സർ 1971 ശേഷം ഒരു ടോക്കിംഗ് റിലേഷൻ പോലും ഇല്ലാത്ത രാജ്യങ്ങളായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ബംഗ്ലാദേശിലെ സൈന്യത്തിന് പരിശീലനം നൽകാൻ പാക് സൈന്യം എത്തുന്നു. ശരിയാണ്. ഫെബ്രുവരി മുതൽ ഏതാണ്ട് ഒരു കൊല്ലത്തോളം പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശ് പട്ടാളത്തിനെ പരിശീലിപ്പിക്കും. അതായത് ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ കുത്തിവെക്കുക ബംഗ്ലാദേശ് പട്ടാളത്തിന്. അപ്പോൾ ആദ്യകാലത്ത് ബംഗ്ലാദേശ് ഉണ്ടായപ്പോൾ ബംഗ്ലാദേശ് പട്ടാളവും പാകിസ്ഥാന്റെ ഭാഗമായിരുന്നല്ലോ. കുറച്ചൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഒരു 2 പതിറ്റാണ്ട് കഴിഞ്ഞോടുകൂടിയിട്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. പക്ഷെ വീണ്ടും ഇന്ത്യ വിരുദ്ധ വികാരം ബംഗ്ലാദേശ് പട്ടാളത്തിൽ കുത്തിവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പാകിസ്ഥാൻ പട്ടാളം തന്നെ ഇങ്ങോട്ട് നിർദ്ദേശിച്ചിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീഷണി ഉയർത്തുന്ന കാര്യമാണ്. ഇന്ത്യ ജാഗ്രത പുലർത്തേണ്ട കാര്യവുമാണ്. അപ്പോൾ 1971 ശേഷം ആദ്യമായി പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശ് പട്ടാളത്തിനെ പരിശീലിപ്പിക്കാൻ പോകുന്നു. അത് കരാർ ഒപ്പിട്ട് കഴിഞ്ഞു, ഉറപ്പായി കഴിഞ്ഞു, സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇത് ബംഗ്ലാദേശ് പട്ടാളത്തിന്റെ 4 കന്റോൺമെന്റുകളിൽ ആണ് ഈ പരിശീലനം നൽകുന്നത്. തുടക്കത്തിൽ മൈമൺ സിംഗ് കണ്ടോൺമെന്റിൽ ആയിരിക്കും ഫെബ്രുവരിയിൽ തുടങ്ങുന്നത്. മൈമൺ സിംഗ് കണ്ടോൺമെന്റ്. മൈമൺ സിംഗ് കണ്ടോൺമെന്റ് എന്ന് പറയുന്നത് അവരാണ് ബംഗ്ലാദേശ് പട്ടാളത്തിന്റെ പരിശീലന കമാൻഡ് എന്ന് പറയുന്നത്. പല സ്ഥലത്ത് പല ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണല്ലോ കമാൻഡ് പ്രവർത്തിക്കുക. ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ INS തീർ എന്നൊക്കെ പറയുന്നത് കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ അതും പരിശീലനത്തിനൊക്കെയാണ് ചെയ്യുക. എന്ന് പറഞ്ഞ പോലെ അവരുടെ പരിശീലന കമാൻഡാണ് മൈമൺ സിംഗ്. ഈ മേജർ ജനറൽ റാങ്ക് മുതൽ മുകളിലേക്ക്, മേജർ ജനറൽ കഴിഞ്ഞാൽ പിന്നെ ലഫ്റ്റനന്റ് ജനറലൊക്കെയാണ്. അപ്പോൾ ഏറ്റവും മുതിർന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവികൾ വന്നിട്ടാണ് ബംഗ്ലാദേശ് പട്ടാള ഓഫീസർമാരെ, സാധാരണ പട്ടാളക്കാർക്കല്ല, ഓഫീസർമാർക്ക് തന്നെയാണ് പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ അതും ചിലപ്പോൾ ഒരു റാങ്കിന്റെ മുകളിലൊക്കെ ആയിരിക്കാം. കേണൽ മുതൽ മുകളിലോ അല്ലെങ്കിൽ ബ്രിഗേഡിയർ മുതൽ മുകളിലോ ഒക്കെ ആയിരിക്കാം. ഇത് ഈ സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള കരാറ് ഈ ഇസ്ലാമാബാദുമായിട്ട്, അതായത് പാകിസ്ഥാനുമായിട്ടുള്ള നല്ല ബന്ധം കുറച്ചുകൂടെ ഗംഭീരമാക്കാനായിട്ട് ഈ യൂനുസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിന് ഭാഗമായിട്ട് തന്നെയല്ലേ സാറേ ഈജിപ്തിൽ പോയിട്ട് ഈ ഷഹബാസ് ഷെരീഫും ഈ മുഹമ്മദ് യൂനുസും ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയല്ലോ അല്ലേ? അപ്പൊ അതിന്റെയൊക്കെ ഒരു തുടർച്ചയായിരിക്കും ഇതൊക്കെ അല്ലേ? അതെ. അത് പിന്നെ ഇസ്ലാമിക ഭരണമാണല്ലോ അവരുടെ ലക്ഷ്യം. പിന്നെ ആദ്യത്തെ പരിശീലനം മൊഡ്യൂൾ അത് 1 കൊല്ലത്തേക്ക്, ആദ്യത്തെ പരിശീലനം ഏതാണ്ട് 1 കൊല്ലം ആണ് ലക്ഷ്യമിടുന്നത്. ഫെബ്രുവരി മുതൽ അടുത്ത 2025 ഫെബ്രുവരി മുതൽ 2026 ഫെബ്രുവരി വരെ. ഇത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഈ സംയുക്ത സേനാ സമിതി ചെയർമാൻ ജനറൽ S. ഷംസാദ് മിർസ അദ്ദേഹമാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശ് ഇപ്പോൾ അംഗീകരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാൻ അല്ല, മുഹമ്മദ് ജിന്നയാണെന്നാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പട്ടാള മേധാവി മിർസ തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണിത്. ഇത് ഇന്ത്യ വിരുദ്ധ പ്രത്യയശാസ്ത്രം കുത്തിവെക്കാൻ ആണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ ഡൽഹിയിൽ തന്നെ അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഇന്ത്യ വിരുദ്ധ വികാരം അവിടെ ഈ ആറിത്തണുപ്പിച്ചിരുന്നു. ഈ 4 തവണ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നിരുന്നല്ലോ. അപ്പോൾ ആ കാലത്തൊന്നും ഇന്ത്യ വിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബംഗ്ലാദേശിൽ തന്നെ ജനിച്ച പട്ടാള ഓഫീസർമാരൊക്കെയാണ് ഇപ്പോൾ പട്ടാളത്തിലുള്ളത്. നേരത്തെ പാകിസ്ഥാനായിരുന്ന സമയത്തേതല്ല, ബംഗ്ലാദേശ് പിറന്ന ശേഷമുള്ള ആളുകളാണ്. അപ്പോൾ ഇന്ത്യ വിരുദ്ധ വികാരം പട്ടാളത്തിൽ ഉണ്ടായിരുന്നില്ല, അത് തേഞ്ഞു മാഞ്ഞു പോയിരുന്നു. ഞാൻ ജനിച്ചത് എവിടെയാണ്, ബംഗ്ലാദേശിലാണ് എന്നുള്ള വികാരമുള്ള ദേശാഭിമാനികളാണ്
ഇപ്പൊ പട്ടാളത്തിലുള്ളത്. ആ അപ്പോൾ ഇന്ത്യ വിരുദ്ധ വികാരം അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് അവാമി ലീഗാണല്ലോ ഭരിച്ചിരുന്നത്, പിന്നെ ഷെയ്ഖ് ഹസീനയുടെ. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇന്ത്യയുമായിട്ട് സൗഹൃദമായിരുന്നു. ഇപ്പൊ സംഗതികൾ മാറുകയാണ്. അപ്പോൾ ബംഗ്ലാദേശ് പട്ടാളത്തില് പാകിസ്ഥാൻ പരിശീലിപ്പിച്ച, അതായത് പാകിസ്ഥാൻ ഉണ്ടായ ശേഷം അവിടെ പരിശീലനം നേടി ഓഫീസർമാർ ബംഗ്ലാദേശ് ഉണ്ടായ ശേഷവും ബംഗ്ലാദേശ് പട്ടാളത്തിലുണ്ടായിരുന്നു. സ്വാഭാവികമാണ്. ആദ്യത്തെ ഒരു 2 ദശകങ്ങൾ 20 വർഷത്തോളം അവരുണ്ടായിരുന്നു. ആ പട്ടികയിൽ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടി ബംഗ്ലാദേശ് പട്ടാളത്തിനെ നയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ജനറൽ സിയാവുർ റഹ്മാൻ, ഖലീദ സിയയുടെ ഭർത്താവ് സിയാവുർ റഹ്മാൻ ഉണ്ടായിരുന്നു. ലഫ്റ്റനന്റ് ജനറൽ HM ഇർഷാദ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും പിന്നീട് അവിടെ പട്ടാള അട്ടിമറി നടത്തിയിട്ട് ബംഗ്ലാദേശിൽ പ്രസിഡന്റുമാരായി. 2 പട്ടാള മേധാവികൾ. അവർ പാകിസ്ഥാൻ പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകളായിരുന്നു. ഈ സിയാവുർ റഹ്മാന്റെ മകൻ ഇപ്പൊ ലണ്ടനിലാണ് പ്രവാസ ജീവിതം. അയാളാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോ ഈ യൂനുസ് ഉപദേശി ഭരണമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ അപ്പൊ തുടക്കത്തില് ഒരു ഇന്ത്യ വിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇർഷാദും സിയാവുർ റഹ്മാനും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ. പിന്നെ അവരുടെ കാലത്തിന് ശേഷം ഇത് ഇല്ലാതെ ഒട്ടും ഇല്ലാതായി വന്നു. ഇർഷാദ് പക്ഷേ ഇർഷാദിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയുടെ നാഷണൽ ഡിഫൻസ് കോളേജിലും പഠിച്ച ആളായിരുന്നു ഇർഷാദ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് ഇർഷാദ് HM ഇർഷാദ് അത്യാവശ്യം നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിലെ പട്ടാള നേതൃത്വം അവാമി ലീഗുമായിട്ട് പിന്നെ അടുപ്പത്തിൽ വന്നല്ലോ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത്. അങ്ങനത്തെ പട്ടാള നേതാക്കളെയൊക്കെ ഇപ്പോഴത്തെ നേതൃത്വം, യൂനുസിന്റെ നേതൃത്വം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് അനുകൂലമായ വികാരമുള്ള പട്ടാള ഓഫീസർമാർ കാണുമല്ലോ, അവരെയൊക്കെ ഇപ്പോൾ കള്ളക്കേസുകളിലൊക്കെ പെടുത്തി വിചാരണ ചെയ്യുക, ശിക്ഷിക്കുക, ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണമായിട്ട് ഒരു ഇന്ത്യ വിരുദ്ധ പട്ടാളത്തിനെ ഉണ്ടാക്കിയെടുക്കുക. അവിടുത്തെ ഇന്റർ സ്റ്റേറ്റ് ഇന്റലിജൻസ് ഉണ്ടല്ലോ, ISI, അതുപോലത്തെ ചാരസംഘടനയൊക്കെ ഉണ്ടാക്കുക. ഇതായിരിക്കും ഒരു സമ്പൂർണ്ണ പാകിസ്ഥാൻ മാതൃക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. പരിശീലനത്തിന് വരുമ്പോൾ ആ ജനറൽമാർ മാത്രമായിരിക്കില്ലല്ലോ വരുന്നത്, ആയുധങ്ങളും ഒക്കെ വരുമല്ലോ. ഇപ്പൊ രണ്ടാമതൊരു കപ്പൽ വന്നില്ലേ പാകിസ്ഥാനിൽ നിന്ന്, ചരക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൽ ആയുധങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിട്ടുള്ള വിവരം. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിൽ വരാൻ പോകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഓരോരോ ന്യായം പറഞ്ഞിട്ടാണല്ലോ ഈ നുഴഞ്ഞുകയറ്റം നടത്തുക. ശരിക്കും പറഞ്ഞാൽ ഈ കിഴക്കൻ പാകിസ്ഥാനിലുള്ള സ്ത്രീകളെ ഉൾപ്പെടെ കൊന്ന്, അവിടുത്തെ ആളുകളെ കൊന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിരുന്നു, ഇനി ഞങ്ങളോട് പരസ്യമായി മാപ്പ് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർമിയായിട്ടൊരു ബന്ധം പോലും ഉള്ളത്. ഇപ്പൊ അതേ ആർമി തന്നെ അവിടെ വന്ന് പരിശീലനം കൊടുക്കുന്നു. പരിശീലനം കൊടുക്കുക മാത്രമല്ല, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ ഭീഷണിയായിരിക്കും. ഈ പാകിസ്ഥാന്റെ വരവ്, പാകിസ്ഥാന്റെ പട്ടാളം ബംഗ്ലാദേശിലും കൂടി പടരുക എന്നുള്ളത്. കാരണം ഈ ശരിക്കും പടിഞ്ഞാറൻ പാകിസ്ഥാന് ഈ ബംഗ്ലാദേശുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇത് 1000 കിലോമീറ്ററൊക്കെ നമ്മുടെ പശ്ചിമ ബംഗാളുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. പാകിസ്ഥാനുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ഇത് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ഈ റോഡ് മാർഗം വരാനേ പറ്റില്ല. അവിടെയൊക്കെ ഇനിയിപ്പോൾ പട്ടാളം വന്ന്, പാകിസ്ഥാൻ പട്ടാളം വന്ന് അതിർത്തിയിലേക്ക് ചുറ്റുക, അതിർത്തിയിൽ വരിക. പിന്നെ നമ്മുടെ ഇപ്പൊ കശ്മീരിലേക്ക് ഭീകരരെ കടത്തിവിടുന്നത് പട്ടാളാണെന്ന് നമുക്കറിയാമല്ലോ, പാകിസ്ഥാൻ പട്ടാളം. ഇനി വടക്ക് കിഴക്ക് മണിപ്പൂർ തുടങ്ങി ഈ ആസാം, ത്രിപുര ഒക്കെ അതിൽ പെടാം അല്ലെ. വടക്ക് കിഴക്കും ഒക്കെ ഇനി ഭീകര നുഴഞ്ഞു കയറ്റം ഉണ്ടാകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ രണ്ടാമത്തെ കപ്പൽ ചിറ്റഗോങ് തുറമുഖത്താണ് വന്നത്, പാകിസ്ഥാനിൽ നിന്നുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വന്നത്. അതിൻ്റെ അകത്ത് ആയുധങ്ങൾ ഉണ്ടായിരുന്നു, കണ്ടെയ്നറുകളിൽ സ്ഫോടകങ്ങൾ ഉണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ കാർഗോ, അതിൽ ചരക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തെരച്ചിൽ നടത്തിയിരുന്നു പ്രാദേശിക അധികൃതർ, തുറമുഖ അധികൃതർ. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് സ്ഫോടകങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ എന്തിനാണ് സ്ഫോടകങ്ങൾ വന്നത് എന്നുള്ളതിനെ പറ്റി വലിയ ധാരണ ഇല്ല. പക്ഷെ നമ്മൾ ജാഗ്രത സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഈ മണിപ്പൂരിനെ പറ്റിയൊക്കെ ഇപ്പോഴും ഈ ക്രിസ്മസ് കാലത്ത് പുൽക്കൂട് തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓർത്തഡോക്സ് മെത്രാൻ തൃശ്ശൂർ ഭദ്രാസനം, അതെ, മിലിത്തിയോസ്, CITUവിൻ്റെ അച്ഛനാന്ന് പറയുന്നത്, അങ്ങേര് പറഞ്ഞല്ലോ. CITUവിൻ്റെ അച്ഛൻ എന്ന് പറയരുത്, മെത്രാൻ. അപ്പൊ അങ്ങേര് ഇപ്പൊ മറ്റേ പ്രസ്താവനയുടെ കൂടെ ഒരു ചാനലിൽ സംസാരിക്കുമ്പോൾ മണിപ്പൂരിൽ ഇത്രയും നടന്നിട്ട് നരേന്ദ്രമോദി അവിടെ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഏത് അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള തർക്കമാണെന്നുള്ള മണ്ടത്തരത്തിലാണ് ഇപ്പോഴും ആ മെത്രാൻ നിൽക്കുന്നത്. വിദേശ ശക്തികളാണ് അവിടെ കുക്കികൾക്ക് ആയുധം കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. മെത്രാന് മാത്രം അറിയില്ല എന്നുള്ളത്. മെത്രാൻ MP ഗോവിന്ദൻ പറയുന്നത് മാത്രമേ അറിയുള്ളൂ. ഈ അയൽവക്കത്ത് നിന്നൊക്കെ വലിയ ഭീഷണിയുള്ള കാലത്താണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അപ്പൊ ബംഗ്ലാദേശിലെ സാഹചര്യം കുറേയും കൂടി ഭീഷണിയാണ്. എന്നിട്ടും നമ്മൾ അവർ ചോദിച്ചതിന്റെ പകുതി അരി കൊടുത്ത്. അല്ല സാർ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ഭീഷണിയാണ് എന്നറിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശിനെ വളരെ പെട്ടെന്ന് നേരിടാൻ പറ്റുന്ന ഒരു സാഹചര്യം, നമുക്ക് യുദ്ധം വേണ്ടെന്നുള്ളൊരു മനോസ്ഥിതി ഉണ്ടല്ലേ, അതെന്താ ബംഗ്ലാദേശ് മനസ്സിലാക്കാത്തത്? അത് മനസ്സിലാക്കില്ല. അതിനാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ മിലിറ്റൻ്റ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ ഇസ്ലാമിൽ തന്നെ ഈ ഉന്മൂലനങ്ങളുടെ കഥയാണത്. പ്രവാചകന്റെ കൊച്ചുമകനെ തന്നെ കൊന്നിട്ടുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം. ആദ്യത്തെ ഖലീഫമാരില്ലേ 4 പേര്, അവരെ കൊന്നിട്ടുണ്ട്. ഈ ധർമാധർമ്മ ചിന്തയൊന്നും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അകത്തില്ല. അതിൽ നിന്നാണല്ലോ ഈ താലിബൻ ഉണ്ടാകുന്നത്. അത്രയൊക്കെ ഉള്ളൂ പൊളിറ്റിക്കൽ ഇസ്ലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.